ഹജ്ജ് സീസണിനോടനുബന്ധിച്ച് മക്കയിലും പുണ്യസ്ഥലങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി സൗദി അറേബ്യ. സന്ദർശക വിസയിലുള്ളവർക്ക് മക്കയിൽ താമസ സൗകര്യം നൽകുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താനാണ് തീരുമാനം. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തിയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ്. സന്ദർശക വിസയുടെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഈ നിയമം ബാധകമാണ്. ദുൽഖഅദ് 1 മുതൽ ദുൽഹജ്ജ് 14 വരെ, അതായത് മെയ് 31 വരെയുള്ള കാലയളവിൽ മക്കയിലോ പുണ്യസ്ഥലങ്ങളിലോ സന്ദർശക വിസക്കാർക്ക് താമസ സൗകര്യം നൽകുന്നത് കുറ്റകരമാണ്. ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, സ്വകാര്യ വീടുകൾ, തീർത്ഥാടകർക്കായുള്ള മറ്റു താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരക്കാരെ താമസിപ്പിക്കാൻ പാടില്ല. വിസിറ്റ് വിസയിലുള്ളവരെ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. ഒരാളെ താമസിപ്പിച്ചാൽ 1 ലക്ഷം റിയാൽ എന്നതാണ് കണക്ക്. എത്ര പേരെ താമസിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് പിഴ വർദ്ധിക്കും. ഹജ്ജ് സീസണിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അംഗീകൃത തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാനുമാണ് ഈ നടപടി. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് വിവരം അറിയിക്കാം. മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പരിലും രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലുള്ളവർ 999 എന്ന നമ്പരിലും അറിയിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഹജ്ജ് ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും മന്ത്രാലയം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.